ഹായ്, ഞാൻ റാഷി. പോസ്റ്റർ ഡു ട്യൂട്ടോറിയലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ക്ലയന്റിന് ചെയ്ത ഒരു പോസ്റ്ററാണ് ഈ കാണിക്കുന്നത്. ഈ പോസ്റ്ററിന് അവരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ് കമന്റ് ആണ്. അദ്ദേഹം എനിക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ്. ഒന്ന് കേട്ട് നോക്കി. ഓർമ്മട്ടയും കുപ്പോസും കൂടിയാണ് വാർത്ത അടിക്കാനുള്ള പ്ലാനിൽ ഇങ്ങനെ നമുക്ക് കയറുമ്പോ പിന്നെ ആ ഗ്രൂപ്പില് ആ പൊരിച്ച കോയിന്റെ ഒരു പോസ്റ്റർ ഉണ്ട്. സത്യം പറഞ്ഞാല് അത് കണ്ട പോലെ ഇൻട്രസ്റ്റ് തിന്നാനൊരു പൂതി ഒന്നും നോക്കില്ല. വണ്ടി നേരങ്ങളെ കടിക്കിട്ട് പോകുന്നു. സാധനം അടിച്ചിട്ടോ പൊടി ഒന്നും പറയല്ല, സാധനം പൊളിച്ച് പോസ്റ്ററിലുള്ള പിക്ചർ കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇൻട്രസ്റ്റ് കൂടും. സംഭവം പൊളിച്ചെന്തായാലും ഒന്നും അടിക്കും. ഇതൊക്കെ ഇവിടെ പറഞ്ഞ കാര്യം എന്താ? ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രചോദനം. നമ്മൾ പോസ്റ്റർ ഡു ഉപയോഗിച്ച് വർക്ക് ചെയ്താൽ ഇതുപോലത്തെ അഭിനന്ദനങ്ങൾ കിട്ടും. പിന്നെ ക്യാഷും ഏൺ ചെയ്യാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ പോസ്റ്റർ ഡു ഉപയോഗിച്ച് കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 15,000 to 20,000 രൂപ ഇതിൽ നിന്ന് ഏൺ ചെയ്തു. ഓരോ വർക്കുകൾ ചെയ്ത് ക്ലയന്റിന് നൽകി അതിൽ നിന്ന് ഞാൻ സമ്പാദിച്ചാണ് ഇതെല്ലാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്നെ പോലത്തെ വിദ്യാഭ്യാസവും വിവരവും കുറഞ്ഞ പറഞ്ഞത് സത്യം. എന്ത് സത്യം? ആൾക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലാതെ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ എന്താ പറയുക, ഫ്ലോ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും ഈ പോസ്റ്റർ ഡോ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ കഴിയും. നമ്മളെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്ന് ഓരോ പോസ്റ്ററുകൾ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്ന് ക്ലയന്റിനെ പിടിച്ച് അവർക്കുള്ള ഓർഡർ ചെയ്ത പോലെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്ത് ഈ പോസ്റ്റർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി വരുന്ന വീഡിയോസുകളിൽ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ. ഇനി എനിക്കതിനൊന്നുള്ള കഴിവില്ല, എനിക്കതിനൊന്നും കഴിയൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഓരോ ക്ലാസ്സിൽ ഓരോ പോസ്റ്റുകൾ ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ടൂൾസുകളെ പരിചയപ്പെടുത്തും. അതൊക്കെ ഒന്ന് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ കൂടാതെ ഈ പോസ്റ്റ് ഡു ആപ്പിൽ തന്നെ ഒരുപാട് ടെംപ്ലേറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആ ടെംപ്ലേറ്റുകളൊക്കെ ഒന്നിച്ച് എടുത്ത് നമ്മളുടേതായ രീതിയിലേക്ക് ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഫോട്ടോസും ഫോൾഡറുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്ത് നമ്മളെ സ്കില്ല് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്കും നല്ലൊരു ക്രിയേറ്ററായിട്ട് ഇതിൽ നിന്നും പൈസ ഏൺ ചെയ്യണം. നമ്മൾ പോസ്റ്റർ ഡു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്. സ്കൂള്, സോഷ്യൽ, ക്ലബ്ബ്, അതുപോലെ ഓൺലൈന്, ഒരുപാട് നമുക്ക് യൂട്യൂബിൻ്റെ തംബ്നെയിൽ ചെയ്യാൻ ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ സ്കൂൾ എന്ന ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്താൽ ഇതിൽ തന്നെ ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ കാണാൻ കഴിയും. നമുക്ക് സ്കൂളിലെ ഓരോ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതും അതുപോലെ സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ കണ്ട് നമ്മൾ ഇതിനനുസരിച്ച് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നമ്മളുടേതായ രീതിയിലേക്കൊന്ന് കൊണ്ടുവരാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഫസ്റ്റത്തെ തംബ്നെയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസിലേക്ക് ഇതെത്തും. ക്യാൻവാസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫോട്ടോസ് നമ്മൾ ഫോട്ടോസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറി സെലക്ട് ചെയ്ത് നമ്മൾ ഗാലറിയിൽ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ പിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോ പിക്ക് ചെയ്യാനുള്ള കാരണം നമുക്ക് ഫേസ് അടുത്തല്ല, വളരെ വലിയൊരു ഫോട്ടോസാണ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ വലുതാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. താഴത്തെ ടൂൾസുകളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ കാണും. ഇമേജ് സ്കെയിൽ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഫോട്ടോ ഇതുപോലെ വലിയ ഫോട്ടോ തന്നാലും നമ്മളെ ഫേസ് മാത്രം വലുതാക്കിയെടുക്കുക. ഇനി അടുത്തുള്ള ഇമേജ് മൂവ് എന്നുള്ള ടൂൾസ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് നമ്മൾ ഇമേജ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഏത് പാർട്ട് വേണമെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരാം. കണ്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇതിലെ ടെക്സ്റ്റായാലും നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. ടെക്സ്റ്റ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് ഈ ടെക്സ്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ സെലക്ട് ചെയ്ത് അതിന് ശേഷം ഇതുപോലെ തന്നെ പെൻസിൽ ടൂൾ ഉപയോഗിച്ച് നമ്മളത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് അതിലേക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് അതിനുശേഷം പിന്നെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മൾ ആദ്യം കണ്ട അതേ ഫോണ്ടിലും കളറിലും തന്നെ നമ്മൾ എഴുതിയ ലെറ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ടാകും. അതുപോലെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഡിലീറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതൊന്ന് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലൊരു ടെംപ്ലേറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്താലോ? സെയിം ടെംപ്ലേറ്റ് ഒരു ബ്ലാങ്ക് ക്യാൻവാസിൽ എങ്ങനെ ഇനി നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പുറകിലേക്ക് പോകുന്ന നമ്മളൊരു ക്യാൻവാസ് സെലക്ട് ചെയ്ത് നമ്മൾ ബ്ലാങ്ക് ക്യാൻവാസിലേക്ക് ആദ്യം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് കൊടുക്കാം. അതിനുവേണ്ടി താഴെ കാണുന്ന ഫിൽ മോഡ് അതിന് അടുത്തുള്ള കളറിൽ പോയി നമ്മളൊരു കളർ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, അത് കൊടുത്ത് അതിനുശേഷം നമ്മൾ അതിലേക്ക് ടെക്സ്റ്റുകൾ കൊണ്ടുവരികയാണ്. ടെക്സ്റ്റുകൾ കൊണ്ടുവരാൻ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിലേക്ക് ടെക്സ്റ്റ് കൊടുത്ത് അതിൽ എന്താണോ കൊടുക്കേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുത്തതിന് ശേഷം നമ്മൾ സെൻട്രലിൽ കാണുന്ന ഇത് ക്ലിക്ക് ചെയ്ത് അലൈൻമെൻറ്റൊക്കെ ശരിയാക്കി ഇനി ഫോണ്ടൊക്കെ മാറ്റി നമുക്ക് ഒരു ബോൾഡ് ഫോണ്ടൊക്കെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോണ്ട് എടുത്ത് അത് കൊടുത്ത് ഇനി ഇമേജ് സൈസ് ഉപയോഗിച്ച് നമ്മളൊന്ന് വലുതാക്കി അലൈൻമെൻറ്റൊക്കെ ചെയ്ത് ഇനി കളർ കൊടുക്കണം. നിങ്ങൾ കളർ കൊടുത്ത് കളർ അടിയിൽ പോയി ഫിൽ മോഡിൻ്റെ അടുത്തുള്ള കളർ ടൂൾ ഉപയോഗിച്ച് നമ്മളിതിനൊരു കളറൊക്കെ കൊടുത്ത് ഇനി ഇതുപോലെ ഓരോ ടെക്സ്റ്റുകൾ നമ്മൾ ലെയറുകൾ കയറ്റി ഇങ്ങനെ ആഡ് ചെയ്യാം. സെയിം ടെംപ്ലേറ്റാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ക്ലയൻറ്റ് നമുക്കൊരു എന്തെങ്കിലും ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ സെയിം ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത്. നമുക്കൊരു ക്ലയൻറ്റ് നമുക്കൊരു ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഒരു ടെംപ്ലേറ്റോ അല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മൾ ആ ടെംപ്ലേറ്റ് സെയിം ടെംപ്ലേറ്റിൽ അവരുടെ കണ്ടൻറ്റ് കൊടുത്ത് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾ അതേ ഒരു എഡിറ്റിംഗ് അറിയാത്ത ആൾ വന്ന് ആ ടെംപ്ലേറ്റ് എടുത്ത് വേറൊരു പോസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളെ ക്ലയൻറ്റ് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു വലിയൊരു ഇഷ്യൂ ആയി മാറും. അപ്പോൾ നമ്മൾ സ്വയം നിർമ്മിക്കാൻ ശ്രമിക്കുക. ടെംപ്ലേറ്റുകൾ ജസ്റ്റ് നമുക്ക് ട്രയൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും മാത്രം ഉപയോഗിക്കുക. പുതുതായിട്ട് ഇതിൽ പഠിക്കാൻ പോകുന്നത് ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യുന്നതാണ്. ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതിന് പ്ലസ് ബട്ടൺ ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇമേജ് സെലക്ട് ചെയ്ത് ഗാലറിയിൽ പോയി നമ്മൾ ഇമേജ് സെലക്ട് ചെയ്ത് ഇത് വലിയതാണ്, നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല. അപ്പോൾ അതിന് മാസ്കിങ് എന്നൊരു ഓപ്ഷൻ, പുതിയ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഇതുവരെ യൂസ് ചെയ്യാത്തൊരു ഓപ്ഷൻ. താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ മാസ്ക് എന്നുള്ള ഓപ്ഷൻ കാണും. ആ മാസ്കിൽ പോയി ഹാർഡ് മാസ്കിൽ പോയി ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കെയിൽ ടൂളൊക്കെ ഒന്ന് ഉപയോഗിച്ച് ഒന്ന് ചെറുതാക്കി നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് കൊണ്ടുവന്ന് മൂവ് ടൂൾ ഉപയോഗിച്ച് അതിനെ കറക്റ്റ് പ്ലേസിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇപ്പോഴും ആ ഇമേജ് വലിയതായതുകൊണ്ട് നമുക്ക് ആ ഇമേജിനെ അടുത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി താഴെ കാണുന്ന ഇമേജ് സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഡിസ്പ്ലേയിൽ ക്യാൻവാസിൽ എവിടെയെങ്കിലും ഒന്ന് ഡ്രോ ചെയ്താൽ മതി. അപ്പോൾ ഇമേജ് വലുതായി കാണും. ഇനി അതിനടുത്തുള്ള ഇമേജ് മൂവ് എന്ന ഈ ടൂൾ ഉപയോഗിച്ച് ഇമേജ് നമ്മൾ കറക്റ്റ് മൂവ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ലെയറിന് നമുക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. അതിനുവേണ്ടി ഈ ഇമേജ് സെലക്ട് ചെയ്ത് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ ഇവിടെ കാണും. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ജസ്റ്റ് ക്യാൻവാസിലൊന്ന് വലിച്ചു കൊടുക്കുക. ഇതുപോലെ അത് വരും. ഇനി ഈ ഔട്ട്ലൈൻ്റെ കളറൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തുള്ള ഓപ്ഷൻ ചെയ്ത് നമുക്കിങ്ങനെ കളറൊക്കെ ഓരോന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ വൈറ്റ് തന്നെ ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇമേജിൻ്റെ സൈസൊക്കെ ഒന്ന് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് ഇനി ഒരു ഇമേജ് കൂടി നമുക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഈ ഇമേജിനെ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ താഴെ പോകുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നേരെ കറക്റ്റ് പ്ലേസിലേക്ക് നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് നേരെ മുകളിൽ പോയി നമ്മൾ എന്ത് ചെയ്യാം, ഈ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗാലറി പോയി അടുത്ത ഇമേജ് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യാം.
ഇമേജ് സെലക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ്, നമ്മൾ 2 ഇമേജും ഒരേ സൈസായിരിക്കും, ഒരേ അലൈൻമെൻറ്റിലായിരിക്കും, കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യം കാണില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ ഈ ഇമേജിലുള്ള ആളുകളുടെ പേരുകൾ കൊണ്ടുവരണം. അതിനുവേണ്ടി അതിനടിയിലൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഷേപ്പ് യൂസ് ചെയ്തിട്ടില്ല, ഇനി ഇവിടെ ഷേപ്പ് യൂസ് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷേപ്പ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് ഷേപ്പ് കൊണ്ടുവരികയാണ്. ഷേപ്പ് കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലേക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിന് കളറൊക്കെ കൊടുത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ കാണുന്ന ഓപ്ഷൻ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വളച്ചെടുക്കുക. അതിനുശേഷം ലെയേഴ്സ് പോയിട്ട് നമ്മൾ ആ ഷേപ്പിനെ ഇമേജിൻ്റെ താഴേക്ക് കൊണ്ടുവരിക. ഇനി അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ താഴെ പോയി ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ എടുത്ത് ഇവിടെയും കൊണ്ട് നോക്കുക. ഇനി നമുക്ക് അവരുടെ പേരുകൾ ആഡ് ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ ടെക്സ്റ്റ് പോയി ടെക്സ്റ്റ് ആഡ് ചെയ്ത് അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണ്ടും കാര്യങ്ങളും കളറൊക്കെ കൊടുത്ത് ഞാനിവിടെ ബോൾഡ് കൊടുത്തിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട്, ഇതൊരു ഉദാഹരണമായിട്ടുള്ള ഒരു വീഡിയോ ആണല്ലോ, ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് അതേ ടെക്സ്റ്റിൻ്റെ സൈസും അതേ ഫോണ്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അതിനെ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആ പ്ലേസിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ജസ്റ്റ് എഡിറ്റ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾക്ക് ഏത് പേരാണ് വേണ്ടത് ആ പേര് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, അതേ ഡ്യൂപ്ലിക്കേറ്റ് ഒഴിച്ച് അതേ ചെയ്യുമ്പോൾ നമുക്ക് അതേ ഫോണ്ടും അതേ സൈസും നമുക്ക് അവിടെ കണ്ടിന്യൂറ്റി കൊടുക്കാൻ ചെയ്യാം. ടെംപ്ലേറ്റിൽ കണ്ട പോലെ 2 എഫക്റ്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ എഫക്റ്റുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പുതിയ ടൂൾ ഉപയോഗിക്കണം, ശ്രദ്ധിക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈബ്രറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരുപാട് PNG ഫയലുകൾ ഇവിടെ നമുക്ക് ലഭിക്കും. നമ്മൾ പോസ്റ്റിനനുസരിച്ചുള്ള ഒരുപാട് PNG ഫയലുകൾ നമുക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്ത ഒരുപാട് ഫയലുകൾ ലഭിക്കും. അതിൽ നിന്ന് നമ്മളത് ഒരു PNG അതിൽ കാണിക്കുന്നുണ്ട്. ആ PNG നമ്മളൊന്ന് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതും ആഡ് ചെയ്ത് എന്നിട്ട് താഴെ പോയി സ്കെയിൽ ടൂബിൾ ഉപയോഗിച്ച് നമുക്ക് സ്കെയിൽ ചെയ്ത് മൂവ് ടൂബിൾ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് പ്ലേസ്മെൻറ്റ് ചെയ്ത് അതിനെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. എന്നെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിലെടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്യാനുള്ള വേറെ ഓപ്ഷനുകളുണ്ട്, അത് വരും വീഡിയോയിൽ നമുക്ക് കാണിക്കാം. ഇനി അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് മുകളിലേക്ക് കൊണ്ട് ഇവിടെയും ഒന്ന് കാണുന്നുണ്ട്. ജസ്റ്റ് അതിനൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. ഒപ്പാസിറ്റി ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് രണ്ടിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ രീതിയിലായി നമ്മളെ പോസ്റ്റർ. ഇനി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള അഭിനന്ദനങ്ങൾ എന്നുള്ളൊരു ഉണ്ട്. അത് തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇതിൽ ടൈപ്പോഗ്രാഫിയുടെ കുറച്ച് PNGsകൾ കണ്ട് ഇതിൽ അത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈബ്രറിയിൽ പോയി ടൈപ്പോഗ്രഫി എന്നുള്ള ഓപ്ഷന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇവിടെ ലെറ്റേഴ്സ് ഫുൾ ഇതെല്ലാം നമുക്ക് PNG ആണ്. ഇതിൽ നിന്ന് നമ്മൾ PNG ഒരു അഭിനന്ദനങ്ങൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് അതും നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമ്മൾ അടിയിൽ കാണുന്ന ഒരു ഷേപ്പ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഷേപ്പ് ആഡ് ചെയ്ത് അതിന് ഈ ടൂൾ ഉപയോഗിച്ച് വലുതാക്കി ഒന്ന് വീതിയൊക്കെ കുറച്ച് മൂവ് ടൂൾ വെച്ച് ഒന്ന് ചെറുതാക്കി താഴ്ത്തി വെച്ച് അതിന് വൈറ്റ് കളർ കൊടുത്ത് ഇനി നമുക്ക് അതിൽ കൊടുത്ത പോലെ ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാം. ടെക്സ്റ്റ് ആഡ് ചെയ്ത് ടെക്സ്റ്റും ആഡ് ചെയ്ത് ഫോണ്ട് സൈസൊക്കെ ഉപയോഗിച്ച് അതും മൂവ് ടൂളൊക്കെ ഉപയോഗിച്ച് കറക്റ്റ്. ഇപ്പോൾ നമ്മൾ ആ കണ്ട
ടെംപ്ലേറ്റ് നമ്മൾ സ്വയം നിർമ്മിച്ച് ഇതുപോലെ അതിൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ അതിൽ കാണുന്നുണ്ട്. ആ ടെംപ്ലേറ്റുകളൊക്കെ നമ്മൾക്ക് ഇതുപോലെ നമുക്ക് പരീക്ഷിച്ചെടുക്കാം. നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓരോ ടെംപ്ലേറ്റുകളൊക്കെ എടുത്ത് നമുക്ക് ഇതുപോലെ ഫോണ്ടും അതുപോലെ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത് നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതൊന്നും ഒരു പ്രൊഫഷണൽ നമുക്ക് ഒരു ക്ലയൻറ്റിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യരുത്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി മാത്രം ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുക. പിന്നെ റെഫറൻസിനും ഉപയോഗിക്കുക. അപ്പോൾ ഈ കാണിച്ച ടെംപ്ലേറ്റുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നിങ്ങളുടേതായ രീതിയിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നമ്മളെ ആക്ടിവിറ്റി ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്ത് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ വാങ്ങി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. ആരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മളെ ഈ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അത് ശരി, എല്ലാരെ കൊണ്ട് പറഞ്ഞ മാതിരി നിങ്ങളിപ്പോ ലൈക്കും സബ്സ്ക്രൈബും കൂട്ടാൻ നിൽക്കണല്ലേ? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോളി. അല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ തന്ന വർക്ക് ചെയ്ത ഇല്ല, എന്നാ പോയി ചെയ്തിട്ട് വാ, എന്നിട്ട് വർത്താനം പറയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.